നമസ്കാരം. ഞാൻ ഡോക്ടർ ധന്യ, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, അൻവിവ ഗ്രൂപ്പ് ഓഫ് ഐ ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി വെഞ്ഞാറമൂട്. ഇന്ന് ലോക ഡയബറ്റിക് ദിനമാണ്. ഡയബറ്റിക് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ജീവിത ശൈലിയിലും ജീവിതത്തിലും നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു അസുഖത്തിന്റെ ഭാഗവുമാണ്, മെയിൻ ഒരു ഘടകവുമാണ്. ഡയബറ്റിസ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ്. അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന വിഭാഗമാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് അഡൽട്സിനെ കാണുന്നു. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി റിലേറ്റഡുമാണ്. അതിൽ ഏറ്റവും ഈ 3 വിഭാഗത്തിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വരുന്നത് മുതിർന്ന ആളുകളിൽ. എങ്ങനെ അത് കണ്ടെത്താം എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് മൂലമാണ് നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആഹാരത്തിന് മുമ്പേ ഉള്ള ബ്ലഡ് ടെസ്റ്റിനെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് എന്നും, ആഹാരത്തിന് ശേഷമുള്ളതിനെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ടെസ്റ്റ് എന്നും, പിന്നെ 3 മാസത്തെ കാലയളവ് ബ്ലഡ് ഷുഗറിൽ കാലയളവ് കണ്ടുപിടിക്കാനായിട്ട് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നു. ഇതിലൂടെയാണ് നമുക്ക് ഒരു മനുഷ്യന് നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടോ, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഇത് ഡയബറ്റിക് മെലിറ്റസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, റെഗുലറായിട്ട് നമുക്ക് അതിന്റെ മെഡിക്കേഷൻസ് എടുക്കുക. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഓറലി എടുക്കുന്ന ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സ് ആയിട്ടുള്ള മെറ്റ്ഫോർമിൻ, അതുപോലത്തെ ടാബ്ലറ്റ്സ്, പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ടുള്ളത്, അതുകൂടാതെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്സും കൊടുക്കണം. ജീവിതശൈലിയിൽ നമുക്ക് മാറ്റം വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ കൂടെ എക്സസൈസ്, റെഗുലർ എക്സസൈസ് വേണം. ആഹാര ക്രമീകരണം, ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ മെഡിക്കേഷൻസ് എടുക്കാൻ റെഗുലർ ഫോളോ അപ്പും വേണം. ഇപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയ്ക്ക് അതൊരു സിസ്റ്റമിക് ഡിസീസസ് ആണ്. അത് ക്യൂറബിൾ എന്നുള്ള ഇതിലോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ട്രീറ്റബിൾ എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം അത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതിനോടൊപ്പം നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുകയും വേണം. അത് മാത്രമല്ല, ഇത് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത് കണ്ണിനെയും കിഡ്നിനെയും ബ്ലഡ് വെസൽസിനെയും ഒക്കെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ സ്ക്രീനിങ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കണ്ണിന് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ആ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗാവസ്ഥയ്ക്ക് സ്ക്രീനിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ആദ്യം അത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിന് സ്ക്രീനിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 6 months അല്ലെങ്കിൽ 1 year ഇടയ്ക്കുള്ള കാലയളവിൽ നമ്മൾ സ്ക്രീനിങ് കൊടുത്തിരിക്കണം. അപ്പൊ സ്ക്രീനിങ് എന്താണ്? കണ്ണിന് നമ്മുടെ കൃഷ്ണമണിയില്, കണ്ണിന്റെ കോർണിയ എന്ന് പറയുന്നത് കൃഷ്ണമണി, അതില് പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ തുള്ളിമരുന്ന് ഒഴിച്ച്, ഡയലറ്റിംഗ് ഡ്രോപ്സ് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിക്കുകയും അതിലൂടെ നമ്മൾ കണ്ണിന്റെ ഞരമ്പയെ പരിശോധിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതാണ് ഡയലറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ. അതിലൂടെയാണ് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗാവസ്ഥ കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ എന്താണ് പേഷ്യന്റിനുണ്ടാവുന്നത് സിംറ്റംസ്? പേഷ്യന്റ് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജസിൽ ഒന്നും തന്നെ നമുക്ക് അതിൽ കാണപ്പെടാൻ പറ്റത്തില്ല. പേഷ്യൻസിനൊന്നും അറിയാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ, 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിന്റെ ഹൈറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ രോഗാവസ്ഥ അറിയാൻ പറ്റുന്നത്. ഒന്ന്, പേഷ്യൻസിന് സഡൻ ആയിട്ട് കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുന്നു. 2, ദൂരക്കാഴ്ചയിൽ ബ്ലറിംഗ് ആയിട്ട്, അതായത് പാച്ചി ആയിട്ട് കാണപ്പെടുന്നു. 3, കണ്ണില് നമുക്ക് കണ്ണിന് ഞരമ്പിനോട് ബാധിക്കുമ്പോൾ അതിന് നീർക്കെട്ടോ ബ്ലീഡിങ്ങോ വരുന്ന സാഹചര്യത്തിൽ പേഷ്യൻസിനുണ്ടാവുന്നത് അവിടെ ഒന്നെങ്കിൽ മിന്നൽ പോലത്തെ വെളിച്ചം കയറുന്ന പോലെയോ, കറുത്ത വട്ടുകുട്ടികൾ അനങ്ങുന്ന പോലെയോ, അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ മുടിയോ അല്ലെങ്കിൽ വല പോലത്തെ ഒരു അവസ്ഥ അങ്ങനെ കിടക്കുന്ന പോലത്തെ തോന്നലുകളാണ് അനുഭവപ്പെടുന്നത്. അങ്ങനത്തെ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ടെത്തുക. അതിനു മുൻപും ആ ഡയബറ്റിക് മെലിറ്റസ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് ഡയബറ്റിസ് കണ്ണിനെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. ഒന്ന്, വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്ന അവസ്ഥ. അത് കണ്ണിന്റെ വിട്രിയസ് എന്ന് പറയുന്ന ഒരു ജെല്ലുണ്ട് കണ്ണിനുള്ളിൽ. അതിന് ബ്ലീഡിങ്, ബ്ലഡ് വെസൽസിൽ നിന്നുള്ള ബ്ലീഡിങ് വന്ന് നിറഞ്ഞിട്ടാണ് ആ ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത്.
പിന്നീട് വരുന്നതാണ് റെറ്റിന ഡിറ്റാച്ച്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുമ്പോൾ കണ്ണ് റെറ്റിന എന്ന് പറയുന്ന പ്രതലത്തിൽ നിന്നും കണ്ണിന്റെ ഞരമ്പിൽ വിട്ട് പടർന്നു വരുന്നതാണ് റെറ്റിന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിലോട്ടൊക്കെ ലീഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ട്രീറ്റബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള റെറ്റിനോപ്പതിയുടെ സ്ക്രീനിങ്ങിലൂടെയും പ്രോപ്പർ ആയിട്ടുള്ള ലേസർ ചികിത്സയിലൂടെയും ആന്റി ഓക്സിഡൻസ് ടാബ്ലറ്റ്സിലൂടെയും അതുകൂടാതെ ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്. നമുക്കറിയാം ഇൻട്രാവിട്രൽ ഇഞ്ചെക്ഷൻസിലൂടെയും നമുക്കത് കൺട്രോൾ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. സോ ഇന്ന് ഈ ഡയബറ്റിക് ദിനത്തിൽ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഇത്രയും ഒരു രോഗാവസ്ഥയ്ക്ക് ഞാൻ എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷം. എന്റെ പേരിൽ ഗ്രൂപ്പ് ഓഫ് ഐ ഹോസ്പിറ്റൽസിന്റെ പേരിൽ ഞാൻ നന്ദി